Next, going to start the fourth module, peripheral devices and interfacing. Okay, it is the very easy module. നല്ല ഈസിയാണ് പഠിക്കാൻ. ഒരു 2-3 IC-ൻ്റെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. Okay, so programmable peripheral devices. You know what is programmable peripheral devices? These are used to perform various input-output functions and specific routine activities. അതായത് in addition to the processor അല്ലാതെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന കുറേ നമ്പർ ഓഫ് ICസിനെയാണ് നമ്മൾ പ്രോഗ്രാമബിൾ പെരിഫറൽ ഡിവൈസസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് പ്രോസസ്സറിന് കുറച്ച് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഓരോരോ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്ത് ഓരോരോ ഐസിന് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ വി ക്യാൻ സ്പീഡ് അപ്പ് ദ പ്രോസസ്സിങ്. പാരലലി വേറെ ICs എല്ലാം പ്രോസസ്സർ ഹാൻഡിൽ ചെയ്യാതെ പാരലലി കുറച്ച് ICs കൂടെ യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോസസ്സിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു, അല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സിങ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ, സോ Intel has developed a number of peripheral devices. കുറേ നമ്പർ ഓഫ് പെരിഫറൽ ഡിവൈസസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ ഡെവലപ്പ് ചെയ്ത പെരിഫറൽ ഡിവൈസസ് ആണ് നമ്മൾക്ക് ഇനി നോക്കാനുള്ളത്. അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8255 നിങ്ങൾക്ക് നമ്പർ മാറിപ്പോകരുത്. 8255 യൂസിങ് ഈസ് പാരലൽ പെരിഫറൽ ഇൻ്റർഫേസ്. ഓക്കെ, നെക്സ്റ്റ് 8254 യൂസ് ചെയ്തിരിക്കുന്നത് പ്രോഗ്രാമബിൾ ടൈമർ. അതിന് 8253 ഓർ 54 യൂസ് ചെയ്യുന്നുണ്ട്. DMA കൺട്രോളർ 8237 ആണ്. നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കീബോർഡ് ഓർ ഡിസ്പ്ലേ ഇൻ്റർഫേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 8279. So there are mainly 4 ICs are there that can be used for handling various input-output activities. Okay, അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ഡിസൈൻഡ് ടു പെർഫോം, ഫസ്റ്റ് സെൻറ്റൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്, ദീസ് ആർ ഡിസൈൻഡ് ടു പെർഫോം വേരിയസ് ഇൻപുട്ട്-ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഓർ ആക്ടിവിറ്റീസ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾക്ക് ഇതിനകത്ത് കുറേ ICs ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ്, Intel has developed some programmable peripheral devices like 8255, that is programmable peripheral interface or PPI എന്ന് പറയും. ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്താൽ മതി. പാരലൽ പെരിഫറൽ ഇൻ്റർഫേസ് PPI. 8279 ഡിസ്പ്ലേ കൺട്രോളർ IC. നെക്സ്റ്റ് ടൈമർ IC 8253 ഓർ 54. രണ്ട് നമ്പറും ഇത് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. DMA കൺട്രോളർ IC 8237. ഓക്കെ, next, first we have to study about 8255 parallel peripheral interface. അതാണ് 8255. These are used to interface low IO devices to the fast processor. നിങ്ങൾക്കറിയാം പ്രോസസ്സർ ഈസ് ദ വെരി ഫാസ്റ്റ് ഡിവൈസ് ദാറ്റ് ഈസ് വർക്കിംഗ് ഇൻസൈഡ് ദ സിസ്റ്റം. ഫാസ്റ്റസ്റ്റ് ഡിവൈസാണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. പക്ഷേ ബാക്കി ഏത് ഡിവൈസ് ഇൻസൈഡ് ദ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി വെരി സ്ലോ കമ്പയർഡ് ടു പ്രോസസ്സറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് സ്ലോ ആണ്. സോ അവിടെ ഒരു സിങ്ക്രണൈസേഷൻ ഡിഫറൻസ് വരും. കാരണം പ്രോസസ്സറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി എ സ്പീഡ് മിസ്മാച്ച് ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് ഏത് വരും, IO ഡിവൈസസ് വരും. സ്ലോ IO ഡിവൈസസിന് പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി എ സ്പീഡ് മിസ്മാച്ച്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇടയിൽ, അതായത് സ്ലോ IO ഡിവൈസസിൻ്റെയും പ്രോസസ്സറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ഒരു ICയാണ് 8255 എന്ന് പറയും. തേർഡ് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുമ്പോൾ അറിയാം, പാരലൽ പെരിഫറൽ ഇൻ്റർഫേസ് 8255 ഈസ് യൂസ്ഡ് ടു ഇൻ്റർഫേസ് എ സ്ലോ IO ഡിവൈസ് ടു ദി ഫാസ്റ്റ് പ്രോസസ്സർ. അത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രോസസ്സർ കൊടുക്കുന്ന അതേ സ്പീഡിൽ IO ഡിവൈസസിന് ആ ഡേറ്റേനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ IO ഡിവൈസസ് സ്ലോയിൽ കൊടുക്കുമ്പോൾ പ്രോസസ്സർ ഹാസ് ടു വെയിറ്റ് ഫോർ ദാറ്റ് മച്ച് ടൈം. അതായത് IO ഡിവൈസസ് കൊടുക്കുന്ന സ്പീഡ് കുറവാണ്, പക്ഷേ പ്രോസസ്സറിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അത്രയും സ്പീഡിൽ IO ഡിവൈസസിന് കൊടുക്കാൻ പറ്റത്തില്ല. സോ ഇൻ ബിറ്റ്വീൻ ഇവരുടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ICയാണ് 8255 പാരലൽ പെരിഫറൽ ഇൻ്റർഫേസ് ഓർ PPI എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ട് താഴോട്ട്. സോ പാരലൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ്, അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ സ്കീംസ് ഇവിടെ ഞാൻ ആരോ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ മെയിൻലി 2 types ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ആർ ദെയർ. ഇവിടെ ആരോ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ ട്രാൻസ്ഫറിനെ മെയിൻലി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംഡ് ഡേറ്റ ട്രാൻസ്ഫറും ഡയറക്റ്റ് മെമ്മറി ആക്സസും, DMA എന്ന് പറയും. നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും പ്രോഗ്രാംഡ് ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് ദെൻ DMA. ഓക്കെ, programmed data transfer, there are 3 types of programmed data transfer: synchronous, asynchronous, interrupt driven data transfer. Okay, synchronous ആണെന്നുണ്ടെങ്കിൽ what is synchronous? Synchronous meaning is that നിങ്ങൾ LSB നകത്ത് പഠിച്ചിട്ടുണ്ട്. synchronous it with work with clock.
ക്ലോക്കുമായിട്ടാണ് അതായത് ഇറ്റ് വിൽ ചേഞ്ച് ദ ഡിവൈസ്. സിങ്ക്രണസ് ഡിവൈസസ് ആണെങ്കിൽ അതിൻ്റെ ആക്ഷൻസ് ചേഞ്ച് ചെയ്യുന്നത് വിത്ത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും, ഓർ ക്ലോക്കിനനുസരിച്ച്. സിങ്ക്രണസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം എന്നില്ല. നെക്സ്റ്റ് ഈസ് ഇൻട്രപ്റ്റ് ഡ്രിവൺ, ദാറ്റ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ തേർഡ് മൊഡ്യൂൾ. അത് 2 ടൈപ്പ് ഉണ്ട്, പോൾഡ് ആൻഡ് വെക്റ്റേർഡ്. ഓക്കെ. ഇനി DMA ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ദർ ആർ 3 ടൈപ്പ് ഓഫ് DMA ട്രാൻസ്ഫർ: സൈക്കിൾ സ്റ്റീലിംഗ് മെത്തേഡ്, ബ്ലോക്ക് ട്രാൻസ്ഫർ മെത്തേഡ്, ഡിമാൻഡ് ട്രാൻസ്ഫർ മെത്തേഡ്. ഓക്കെ, 3 രീതിയിൽ DMA വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സിങ്ക്രണസ്, ഇറ്റ് വിൽ ചേഞ്ച് വിത്ത് ടൈം ഓർ ക്ലോക്ക്. അസിങ്ക്രണസ് ഡിപ്പെൻഡ് ഓൺ ക്ലോക്ക്. ഇൻട്രപ്റ്റ് ഡ്രിവൺ വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ്, അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, നോക്കുക. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് 8255 IC. 8255 കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു IC ഇതിനകത്ത് 3 IC കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഈ 3 IC പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊഡ്യൂളിൽ നിന്നുള്ള ഫുൾ മാർക്സ് കിട്ടും. ബട്ട് യു ഷുഡ് thoroughly understand the concept, then only you can answer all the questions. Okay, so programmable peripheral interface. Okay, Intel 8255 is used to implement parallel data transfer between processor and slow peripheral devices. So before that we have to know what is parallel data transfer. എന്താണ് ഈ parallel data transfer? ഡേറ്റ ട്രാൻസ്ഫർ 2 ടൈപ്പ് ഉണ്ട്, സീരിയൽ ആൻഡ് പാരലൽ. സീരിയൽ മീനിങ് ഈസ് ദാറ്റ് 1 by 1 ആയിട്ട് 1 ബിറ്റ് അറ്റ് എ ടൈം, 1 ബിറ്റ് അറ്റ് എ ടൈം ആണ് സീരിയൽ ഡേറ്റ ട്രാൻസ്ഫറിനകത്ത് നടക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഡേറ്റ ട്രാൻസ്ഫർ ക്യാൻ ബി ഐദർ സീരിയൽ ഓർ പാരലൽ. In serial data transfer 1 bit at a time has to be sent, പക്ഷേ അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ദാറ്റ്സ് വൈ വി ആർ കമ്മിങ് ടു ദ കോൺസെപ്റ്റ് ഓഫ് പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ സ്കീമിനകത്തോട്ട് വന്നു. ഹിയർ വി ക്യാൻ സെൻഡ് എ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ്, മോസ്റ്റ്ലി 8 ബിറ്റ്സ് ആണ് അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് മച്ച് കപ്പാസിറ്റി ഷുഡ് ഹാവ് ആർക്കുണ്ടായിരിക്കണം, ഡേറ്റാബേസിന് ഉണ്ടായിരിക്കണം. ഡേറ്റാബേസിന് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ 8 ബിറ്റ് ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ മാത്രമേ 8 ബിറ്റ് അറ്റ് എ ടൈം നമുക്ക് സപ്പോർട്ട് ഇത് അയക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ സ്കീമാണ് നമ്മളിപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത്. സോ പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ സ്കീമിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: പ്രോഗ്രാംഡ് ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഡേറ്റ ട്രാൻസ്ഫർ. ഓക്കെ, പ്രോഗ്രാംഡ് ഡേറ്റ ട്രാൻസ്ഫറിനെയാണ് എഗെയിൻ വി ആർ ക്ലാസിഫൈങ് ഇറ്റ് ഇൻ ടു 3: സിങ്ക്രണസ്, അസിങ്ക്രണസ് ആൻഡ് ഇൻട്രപ്റ്റ് ഡ്രിവൺ ഡേറ്റ ട്രാൻസ്ഫർ സ്കീം. ആ ക്ലാസിഫിക്കേഷനാണ് ഞാനിത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചത്. സോ പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ അറ്റ് എ ടൈം 8 ബിറ്റ്സിന് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ സ്കീമിനകത്ത് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ്, ദാറ്റ് ഈസ് 8255. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ്, PPI. ദാറ്റ് മീൻസ് 8255. ഇന്ന് PPI എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് സ്ലോ പെരിഫറൽ ഡിവൈസസ്. അതായത് പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ഡിവൈസാണ്. സോ അതിന് സ്ലോ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ ആണ് ആ ഒരു പ്രോഗ്രാമബിൾ പെരിഫറൽ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്തത്. സോ ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് സ്ലോ പെരിഫറൽ ഡിവൈസസ്, സോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ സ്കീം. ഓക്കെ, 8255 മെയിൻലി 3 പോർട്ട്സ് ആണുള്ളത്: പോർട്ട് A, പോർട്ട് B ആൻഡ് പോർട്ട് C. 3 പോർട്ടാണ് ഉള്ളത്, A, B ആൻഡ് C. പോർട്ട് A ആൻഡ് B എന്ന് പറയുന്ന 8 ബിറ്റ് പാരലൽ പോർട്ടായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടും 8 ബിറ്റ് പാരലൽ പോർട്ടാണ്. അതുവഴി നമുക്ക് ഡിവൈസസിനെ കണക്ട് ചെയ്യാം. ഇനി പോർട്ട് സിയുടെ ബിറ്റ്സിന് നമ്മൾക്ക് അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ ഓഫ് പോർട്ട് A ആൻഡ് പോർട്ട് B അനുസരിച്ച് നമുക്ക് സിയുടെ ഫംഗ്ഷനെ കാറ്റഗറൈസ് ചെയ്യാം. അത് നമുക്ക് നോക്കാം. ഇനി പോർട്ട് പോർട്ട് എക്ക് 3 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും: മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. ദാറ്റ് ഈസ് സിമ്പിൾ IO പോർട്ട്, ഹാൻഡ്ഷേക്ക് IO പോർട്ട് ആൻഡ് ബൈഡയറക്ഷണൽ IO പോർട്ട്. ഓക്കെ, ഇനി പോർട്ട് ബിയിനകത്ത് 2 മോഡിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്: മോഡ് 0 അല്ലെങ്കിൽ മോഡ് 1. ഇനി പോർട്ട് എയും ബിയും മോഡ് 0യിലാണ്. ഇനി പോർട്ട് സിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോർട്ട് എ ആൻഡ് പോർട്ട് ബി. രണ്ടും പോർട്ട് എയും പോർട്ട് ബിയും മോഡ് 0യിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സിയുടെ ഫങ്ഷൻസ് ആസ് ഫോളോസ്. ഇങ്ങനെയാണ്: ഇറ്റ് ക്യാൻ ബി വർക്ക് ആസ് 8 ബിറ്റ് പാരലൽ പോർട്ടായിട്ട് വർക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി വർക്ക് ആസ് 4 ബിറ്റ് പാരലൽ പോർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വർക്ക് ചെയ്യാം. ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഓഫ് പോർട്ട് സി ഓരോന്നിനെയും ഓരോ ബിറ്റായിട്ട് യൂസ് ചെയ്യാം. അത് വേരിയസ് കൺട്രോൾ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് വേരിയസ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് ആയിട്ട് പോർട്ട് സിയുടെ ഓരോ ബിറ്റ്സിനെയും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി പോർട്ട് എ എന്ന് പറയുന്നത് മോഡ് 0യിൽ അല്ലെങ്കിൽ മോഡ് 2യിലായിരിക്കും. ആൻഡ് പോർട്ട് ബി എന്ന് പറയുന്നത് ഈസ് മോഡ് 1ലായിരിക്കുന്ന സമയത്ത് പോർട്ട് സിയുടെ കുറച്ച് പിൻസ് നമ്മൾക്ക് ഹാൻഡ്ഷേക്ക് സിഗ്നൽസ്, ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽസ്, ഓർ ദ റിമൈനിങ് സിഗ്നൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സെറ്റ് ഓർ റീസെറ്റ് കൺട്രോൾ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ദാറ്റ് ആർ ഓൾ അബൌട്ട് ദ പോർട്സ് ഓഫ് 8255. ഓക്കെ, ഇനി IO മോഡ്സ് ഓഫ് 8255 ഞാൻ ഓൾറെഡി പറഞ്ഞു. IO മോഡ്സ് ഓഫ് 8255 എന്ന് പറയുന്നത് മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2 ആണ്. ഇനി IO മോഡ്സ് ഓഫ് 8255. ഓക്കെ, 3 മോഡ്സ് ആണുള്ളത്. മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. ഇതിൽ ഓരോ മോഡിലും ഓരോ രീതിയിലാണ് ഓരോ പോർട്ടും വർക്ക് ചെയ്യുന്നത്. ഇനി ഈ മോഡ് 0യിലാണെങ്കിൽ നമുക്ക് 3 പോർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, A, B ആൻഡ് C. ഓക്കെ, ഈ 3 പോർട്ടിനും ക്യാൻ ബി വർക്കേഴ്സ് ഐദർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യാം. ഒന്നേ ഡേറ്റേനെ അങ്ങോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡേറ്റേനെ കമ്പ്യൂട്ടറിനകത്തോട്ട് എടുക്കാം. ഓക്കെ, പ്രോസസ്സറിനോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പ്രോസസ്സറിൽ നിന്നുള്ള ഡേറ്റാസിനെ പുറത്തോട്ട് കൊടുക്കാം. മോഡ് 0യിലാണെങ്കിൽ ഔട്ട്പുട്ടിനെ ലാച്ച് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട്സ് ആർ നോട്ട് ലാച്ച്ഡ്. ലാച്ച് ചെയ്യുക മീനിങ് ഈസ് ദാറ്റ് മൾട്ടിപ്ലക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ പോർട്സ് ഡു നോട്ട് ഹാവ് ദ ഹാൻഡ് ഷേക്ക് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് കപ്പാസിറ്റി ഇല്ല, capability ഇല്ല. മോഡ് 0യുടെ സ്പെസിഫിക്കേഷൻസ് ആണ് ഐദർ വർക്കേഴ്സ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്സ്. ഔട്ട്പുട്ടിനെ ലാച്ച് ചെയ്യാൻ പറ്റും, ഇൻപുട്ടിനെ നോട്ട് ലാച്ച്ഡ്, ഹാൻഡ് ഷേക്ക് ഓർ ഇൻട്രപ്റ്റ് കപ്പാസിറ്റി ഇല്ല. പോർട്സ് ഇൻ മോഡ് 0 ക്യാൻ ബി യൂസ്ഡ് ടു ഇൻ്റർഫേസ്. നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? സ്വിച്ചസും കീപാഡും LED ഒക്കെ ആയിട്ട് പ്രോസസ്സറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോഡ് 0 നമ്മൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ആപ്ലിക്കേഷൻ അതാണ്. ഫീച്ചേഴ്സും ആപ്ലിക്കേഷനും നോക്കിക്കൊള്ളുക. മോഡ് 0 ഔട്ട്പുട്ടിനെ ലാച്ച് ചെയ്യാം, ഇൻപുട്ടിനെ നോട്ട് ലാച്ച്ഡ്, can be work either as input port or output port. It has no input or interrupt or handshake capability. It can be used to interface LEDs, keypad or switches etc. to the processor. Okay, next mode 1. Mode 1ലാണെങ്കിൽ port A and B, only port A and B can be used as either input or output port. മോഡ് 0യിൽ 3 ഉണ്ടായിരുന്നു, ഇവിടെ പോർട്ട് എയ്ക്കും ബിക്കും മാത്രമേ ഉള്ളൂ. മോഡ് 1ലാണെങ്കിൽ ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. മറ്റേതിനകത്ത് മോഡ് 0യിൽ ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് യൂസ് ചെയ്യില്ലായിരുന്നു, ഇവിടെ മോഡ് 1ൽ ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പോർട്ട് സിനകത്തുള്ള പിൻസാണ്. ഓക്കെ, നെക്സ്റ്റ് മോഡ് 2 പോർട്ട്. ഈ പോർട്ടിനകത്ത് ഇൻ ദിസ് മോഡ് ദ പോർട്ട് വിൽ ബി എ ബൈഡയറക്ഷണൽ പോർട്ടായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം ഡേറ്റേനെ അറ്റ് എ ടൈം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. ആൻഡ് റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് വിത്ത് ദ IO ഡിവൈസസ്. ഓക്കെ, only port A can be programmed to work. മോഡ് 2ൽ പോർട്ട് എന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5 pins ഓഫ് പോർട്ട് C can be used as ഹാൻഡ് ഷേക്ക് സിഗ്നൽസ്. 5 പിൻസ്, അതിൽ 8 പിന്നിൽ 5 പിൻസ് നമുക്ക് ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ 2 കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് കൺട്രോളർ, അതുമായിട്ടൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷനും ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ മോഡ്സ് ഓഫ് 8255. ഓക്കെ.